ഹലോ, അസ്സലാമു അലൈക്കും. റൂബി സ്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാപ്പ് അറ്റാച്ച്ഡ് ഷോളിൻ്റെ വിയർ ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഒത്തിരി പേര് നമ്മുടെ അടുത്ത് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു അല്ലാത്തൊരു വീഡിയോ ഓൾറെഡി ഉള്ളതാണ് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെ ഇട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇടുന്നതിൻ്റെ ഒരു വീഡിയോ കാണിക്കാമോ എന്നുള്ളത്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇതാ നമ്മുടെ ക്യാപ്പാണ്, ഒരു ജേഴ്സി ടൈപ്പിൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ക്യാപ്പ്. അതിൻ്റെ കൂടെ നമ്മളുടെ 2 മീറ്റർ നീളം വരുന്ന ഒരു ജോർജറ്റ് ഷോളാണുള്ളത്. അപ്പോൾ അത് വിയർ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഈ ക്യാപ്പ് എടുത്ത് മുടിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഷോൾ ഇടാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഹിജാബും ക്യാപ്പും ഒക്കെ ഇട്ടിരിക്കുക, കുറച്ച് ഹെവിയാണ്. ചിലപ്പോൾ അത് കറക്റ്റ് ഫിനിഷിങ് വരണമെന്നില്ല, പക്ഷെ നിങ്ങളത് നിങ്ങളുടെ മുടിയിൽ കറക്റ്റായിട്ട് ട്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ നമ്മൾ ക്യാപ്പ് മുടിയിലേക്ക് ഇട്ടു. പിന്നെ നമ്മുടെ ഫ്രണ്ടിലോട്ടാണ് ഇങ്ങനെ കിടക്കുന്ന ഷോള്. അത് കറക്റ്റ് ബാക്കിലേക്ക് ആക്കണം. ഞാൻ ഇങ്ങനെ ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. കറക്റ്റായിട്ട് അങ്ങനെ ഇടാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പിന്നെ ഇത് കാണിച്ചു തരണം എന്നുള്ളത് എൻ്റെ കടമയായതുകൊണ്ട് ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ പോലെ ഇങ്ങനെ പ്ലെയിനായിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ക്യാപ്പ് കുറച്ചും കൂടെ താഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അവർക്ക് ഇതാ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കോൺ കിട്ടും. കോൺ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൈ വഴങ്ങണമെന്നില്ലല്ലോ. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് കോൺ വെച്ചിട്ട് ഇവിടെ ഒരു നീഡിൽ പിന്നുണ്ടല്ലോ, പിൻ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഇരിക്കും. അതിങ്ങനെ കോൺ വരും. അല്ലാത്തവർ ഒരു പിന്നുള്ളിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളത് ഏത് സാധനമായാലും 2-3 തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നിങ്ങൾക്കിത് 2-3 പ്രാവശ്യം ഒന്ന് ഇട്ട് നോക്കുമ്പോൾ കറക്റ്റ് കിട്ടും, കിട്ടാതിരിക്കത്തില്ല. കാരണം ഇത് ഒത്തിരി പേര് ഉപയോഗിക്കുന്നതാണ്, ഒരുപാട് പേര് നമ്മൾ വാങ്ങി കൊടുത്തതാണ്. വീണ്ടും വീണ്ടും ഓർഡർ ചെയ്ത് വരുന്നു, കൊടുക്കുന്നു, തീരുന്നു, വീണ്ടും വരുന്നു, അങ്ങനെയാണ്. അപ്പോൾ ഒരു പോർഷൻ ഇങ്ങനെയാണ് ഇട്ടത് കേട്ടോ. ഇത്രയും ബാക്കിൽ, ഇപ്പോൾ എൻ്റെ ഷാളാണോ ഏത് ഷാളാണോ എന്നറിയില്ല. ഓക്കെ, ഇത്രയും ബാക്കിൽ കവറിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷനാണ് ഞാൻ കാണിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഇടാൻ കാണിക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഐഡിയ ഉള്ളവർക്ക് ഇതിലും മനോഹരമായിട്ട് ഇടാൻ പറ്റും. ഇതിപ്പോൾ എനിക്കറിയുന്നത് ഞാൻ കാണിക്കുന്നതാണ്. ക്യാപ്പ് അറ്റാച്ച് ചെയ്തത് എങ്ങനെ ഇടുന്നതെന്നുള്ളത്. ഇതിങ്ങനെ വെച്ച് പിൻ ചെയ്യാം. ഒരുവിധം എല്ലാ ഏജ് ഗ്രൂപ്പിലും ഉള്ളവർക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മതിയാവും. ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്പും ഇതുമായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ഇങ്ങനെ തന്നെ ഇടാം. അല്ലാതെ വേറെ രീതിയിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഈ പിൻ അഴിച്ചതിന് ശേഷം നോർമലി ഇങ്ങനെ ഇടാം. സാധാരണ എല്ലാ ഷോളും ഇടുന്ന പോലെ ഇങ്ങനെ ഇടാം. ഈ പിന്നു കുത്തുന്ന വരുമ്പോൾ ഇതുപോലെയാണ്. ഞാൻ ആദ്യത്തെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്, അപ്പോൾ ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. അതാണ് ഇങ്ങനെ പിൻ ചെയ്യാം. ബാക്കി ഒരു പിന്നുള്ളത് ഇവിടെയോ എവിടെയും ചെറുതായിട്ട് പിൻ ചെയ്യാം. ഇങ്ങനെ ഇരുന്നോളും. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ചെറിയ ടോപ്സ് ഒക്കെ ഇടുന്ന പിള്ളേർക്ക്, അതായത് ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ട് ഷോൾ ഇടുന്ന പിള്ളേർ ഇങ്ങനെ ഇടാറുണ്ട്. സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാം കേട്ടോ. ക്യാപ്പ് ഇങ്ങനെ ഇടുന്നെന്നുള്ളത് ഞാൻ കാണിച്ചതാണ്, ബാക്കി നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഈ ക്യാപ്പ് അറ്റാച്ച്ഡ് ഷോളിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മൾ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ വേണമെങ്കിൽ ലിങ്കിന് വേണ്ടി മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ചാനലൊന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ, മിനിങ്ങാനത്തെ വീഡിയോ. ഇന്നിപ്പോൾ മൺഡേ ആണ്, ഞാൻ സാറ്റർഡേ ഈവനിങ് ആണ് ആ വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇടാനുള്ളതും മറ്റേ വീഡിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടതിന് ശേഷം സെലക്ട് ചെയ്തിട്ട് മെസ്സേജ് അയക്കുക, വാട്സാപ്പിലൂടെ ബുക്ക് ചെയ്യുക. ഒരാഴ്ചക്കുള്ളിൽ പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അസ്സലാമു അലൈക്കും.